റഫീഖേ, അന്നേരം ഓളെ കൈമ ചാലിയത്ത് എന്റെ ഭാഗ്യട്ടാ. സത്യം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇനി അത് ചോദിക്കാനേ പറ്റൂല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട് അവരേത് രീതിക്ക് എടുക്കാന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വന്നിട്ട് ആളുകളെ കാണുമ്പോ വിശേഷം ചോദിക്കാൻ എങ്ങനെയാ? അല്ല റഫീഖേ, എനിക്കിതെന്തെല്ലാം ചോദിക്കാണ്ട്. ഹവാദിന്ന് ചോദിച്ചൂടെ, കൈഫാലക്കെന്ന് ചോദിച്ചൂടെ? ഒന്നുമില്ലേ നിനക്ക് സുഖല്ലേന്ന് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിനൊരു സുഖമുണ്ട്. ഭയങ്കര സുഖമാണ്. നിങ്ങൾ സമയം പോക്കാണ്ടേ ഇതാണ്ടടി. വേണ്ട സന്തോഷേ, ഹറാമാണ്. വെള്ളം ഒഴിക്കാണ്ട് അവിടെ വെച്ചാ. ഹലാലായിട്ടുള്ള ചിപ്സ് ഉണ്ടോ? മീൻ ചാപ്സ് ഉണ്ട്. അത് ഹലാലാണ്. ഇതെല്ലാം ഉണ്ടല്ല മോളിലിരിക്കുന്നവൻ പറഞ്ഞ് സെറ്റാക്കിയ കാര്യങ്ങളാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഞാനിപ്പൊ കെട്ടാൻ പോണ സീനത്തിന്റെ ഉപ്പാക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ആളുടെ മോളെ ഡിഗ്രി കഴിഞ്ഞേ കെട്ടിക്കുള്ളൂ. എന്റെ മഹാഭാഗ്യത്തിന് ഓള് ഡിഗ്രിക്ക് തോറ്റ്. കഷ്ടകാലത്തിന് ഓളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഓളുടെ ഉപ്പ എന്താ പറയാ, ഡിഗ്രിക്കാരി മോളെ 10ാം ക്ലാസ് കുസ്തി കെട്ടിക്കൂല. അയാൾ പറയും അയാൾക്കയാളുടെ മോളെ ഭാവി നോക്കണല്ലോ. അത് നമ്മളും മനസ്സിലാക്കണല്ലോ. പോയിന്റ്. ഓളെ തോപ്പിച്ച അതേ പടച്ചോൻ ഇന്നെ ജയിപ്പിക്കും. എനിക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെടുത്ത് ഈ ഇന്റെ ഓളും പോകുന്ന ഈ നാട്ടുകാർ മുഴുവൻ കാണും. എനിക്കതേ പറയാം. എന്താ ശുക്കൂറേ? അല്ലല്ലോ, എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നു. അല്ല, ഓളുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോ? തലശ്ശേരി കടപ്പുറം. ഓളെ സ്ഥിരം വാട്സപ്പ് സ്റ്റാറ്റസ് അതല്ലേ? അതല്ലടോ, ഓള് റെസ്റ്റിലാണോ? റെസ്റ്റില്ല, 4ാമത്തെ. എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്കൂറേ? എടാ, ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല റഫീഖെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പടച്ചോന്റെ കളിയാ. പിന്നെ പടച്ചോന്റെ കളി കളിക്കാനുള്ള മുഴുവൻ കളിച്ചിട്ട് അത് പടച്ചോന്റെ കളിയായിട്ട് കളിക്കാണ്ട് അടിക്കുന്നു. എന്റെ കുപ്പി കൊണ്ട് ഞാൻ പോവേ 2 ഗ്ലാസും 4 ആളും. ഇത് മാനേജ് ചെയ്യുന്ന പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സന്തോഷേ, ഈ എത്ര രൂപ അടിച്ചടാ കുപ്പിങ്ങന്ന്? പോയിക്കോ. ഹലോ. മോശം വന്നില്ലേ? നീ കുളിച്ചില്ല? കുളിക്കാണ്ടില്ല. സോപ്പ് തേച്ചില്ല? തേച്ചിന്. നിന്നോട് ആരും സോപ്പ് വെക്കാൻ പറഞ്ഞില്ലേ? ഞാൻ കുളിക്കും സോപ്പ് വെക്കും. അതിന് പാരോളും ചോദിക്കണം. എടാ, പേഷ്യനിട്ട സോപ്പ് തേക്കരുത്, അതിന്റെ മൊത്തം കുണം പോകും. പ്രത്യേകിച്ച് പേള്. പിന്നെ അതിന്റെ മൊത്തം സോപ്പ് വെച്ച് പോണം. എന്താ നോക്കാം, മര്യാദക്ക് പണിയെടുക്കാൻ പറ്റും. വെറുതെ ആ സോപ്പിന് കുറ്റി. അതുണ്ടല്ല, ഞാൻ കുറച്ച് സാധനം വേണ്ട, ബിരിയാണി ബിരിയാണി കൊടുക്കണ്ട. അപ്പൊ ഞാൻ റെഡിയേ, പോവാ. നകുലേട്ടാ, യെസ്, ഞാൻ വരണ. വരണോന്നോ? തമാശ കളിക്കല്ലേ? ബാ പോവാ. തൊട്ടപ്പുറത്ത് അല്ലാണ്ടായിട്ട് പോയില്ലെന്ന് വെച്ചാൽ മോശമല്ലേ? എല്ലാരും അതിനെ ചോദിക്കും നകുലേട്ടാ. ഈ ആരെ പേടിക്കുന്നത്? നാട്ടുകാരെയാ? ഒരു കാര്യം ചെയ്യ്, 1 ഗ്ലാസ് ചായ എടുത്തും കൈ പിടിച്ചു. ആരിക്കാ വിശേഷം അറിയണ്ടേന്ന് അറിയണോല. എന്തൊന്നു നകുലേട്ടാ? എടി, ആരും ഒന്നും ചോദിക്കൂല. എൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബാ ബാ. ശാലിനി, എന്തൊക്കെയുണ്ട് വിശേഷം? പണ്ടെങ്കിൽ കൊണ്ട് ഈ ബിരിയാണി കൊടുക്കണം. നീ വന്നേ, ഇപ്പൊ കുളിച്ചിട്ട് വരാന്നുണ്ട്. അപ്പുറത്തും വിളമ്പാനാളില്ല. വന്നേ. ശാലിനി, ഇവരെ നോക്കണ്ടേ? വന്നേ, പറയട്ടെ. എടാ, ആ 2 സൈഡിലും, ആ റൈറ്റ് സൈഡിലും. ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അൽമാരയിൽ എടുത്ത് വെക്കണേ. മോളെ ശാലിനി, നബീസും അടുക്കളയിൽ ചായ വെക്കുന്നുണ്ട്, സഹായിക്കട്ടെ അച്ഛൻ. വലിയ കുഴപ്പമില്ല, എടുത്തോട്ടെ. കരയൊന്നറിയില്ല. ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാ പിന്നെ സമയം പോന്നേ അറിയൂല രാജമ്മേ. സെക്യൂരിറ്റി ഉണ്ടല്ലോ. മോനെ സാധനം തീർന്നു. ഇപ്പം വരാട്ടോ ജിത്തു. എന്റെ സുമേച്ചി, ഓന്റെ ഓള് പ്രസവം നിർത്തണേ ഓൻ തന്നെ വിചാരിക്കണം. നമ്മള് സ്കൂളിൽ കുടുംബാസൂത്രണത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഈ മാസം ലാസ്റ്റ് ആണ്.
നീ എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അവനവിടെ ക്ലാസ്സിൽ കൊണ്ട് പിടിച്ചിരുത്ത്. ക്ലാസ് കഴിഞ്ഞ് ഓനോന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോണ്ട്. ഇന്ന് കുറച്ച് ബിരിയാണി ആക്കി വേളാ. ആ ബിരിയാണി റൈസ് കണ്ടുപിടിച്ചു കുറച്ച് തടത്തോടെ കൊണ്ടുവരണേ. അല്ലട നകള എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലേ? ഇല്ല. അതിനാവത്ത അപ്പൊ കുഴപ്പം ഓൾക്ക അല്ല എനിക്കോ? രണ്ടാക്കൂല കുഴപ്പം, വീടുത്ത കുഴപ്പം നിങ്ങളാ. വിട്ടോ അല്ലാ കഴിച്ചിട്ടില്ല. അയ്യോ കഴിച്ചില്ല, എന്നാ കഴിക്കണ്ട വിട്ടോ. പിന്നെ എന്റെ കഴിച്ചിട്ടാണ് എനിക്ക് ഇവനെന്താ ചങ്കു തിന്ന? എടാ ഈ മിസ്റ്റിക്കിനെ കാരടെ കല്യാണം വിളിക്കുന്നേ? ഇതിനൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. മായി മൊത്തം ഡ്യൂപ്ലിക്കേറ്റാ. മാഹി മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് മേലെ കാത്തുപ്പണിയൊക്കെ. ശാലിനി ഒന്ന് പിടിച്ചേ. തായിലല്ലേ ഞാൻ കൊടുത്തയാന്നേ, ഇനി മുകളിലേ കൊടുക്കാനുള്ളൂ. ഒന്ന് കൊടുക്കണേ. ആ ശാലിനി, ശാന്തമായിക്കോ ചായ കൊടുത്തേ. കത്തിയടിച്ച് തൊണ്ട പണിയായിട്ടുണ്ടാവും. എനക്കൊന്നും വേണ്ട എൻ്റെ ചായ. ആരാണോ ഈ പിരാതത്തിന്റെ അടുത്തൊക്കെ ചായ കൊടുത്തയച്ചിന്? ഇത് ഞാൻ ചെയ്യാം. ചായ എടുക്കുന്നില്ലേ? ഇല്ല, നീ കൊടുത്തു. ശാലിനി ആ പാലം നോക്കണേ. ആ ശാലിനി, ആ ഈ ആളുകളുടെ നിന്ന് കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കാനാ? പാവേ ചേച്ചി ഇവിടെ ഇരുന്നോ? ആ ശാലിനി, ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? എന്റെ സാരി മൊത്തം ചാറലായിട്ടുണ്ട്, ഞാൻ കഴുകിയിട്ടേ. ശാലിനി, കുഞ്ഞിനും തന്നിട്ട് ഓളോടെ പോയേ? ബാത്റൂമിൽ പോയിനി. പരാതോളയമ്മ കുഞ്ഞിനെ കൊടുത്താലേ കുഞ്ഞിക്ക് കേടാന്ന്, കണ്ണു തട്ടു. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഒഴിഞ്ഞിട്ടാൽ മതി, കണ്ണ് കെട്ടൂല. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ഷുക്കൂറിൻ്റെ ഉള്ള അവിടെ നിന്ന് ചായ കുടിക്കട്ടെ. അങ്ങോട്ട് വയ്ക്കോ. ഇക്ക പറയലുണ്ട് നിങ്ങളെ കാര്യമല്ലോ. ആൾക്കാർ പറയുന്നൊന്നും കാര്യമാക്കണ്ടപ്പ, അതിൽ അസൂയ കൊണ്ട് പറയുന്നല്ലേ. ഇപ്പം അല്ലെങ്കിൽ കടിച്ചു വിളിക്കാൻ പറ്റൂ? കുഞ്ഞുങ്ങളായ ഒന്നും നടക്കൂല. പിന്നെ ഈറ്റിങ്ങളെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇരട്ടപ്പഴാ ഇനി അതും തിന്നിട്ട് ഇരട്ട പറ്റി വേണം നിന്റെ വാപ്പാന്റെ വായിന്ന് കേൾക്കാൻ. ആ അത് ശാലിനിക്ക് തന്നെ കൊടുക്ക്, ഒക്കെ അതിന്റെ ആവശ്യം. അതന്നെ, ഇരട്ടയില്ലെങ്കിൽ ഒന്നെങ്കിലും ആവട്ടെ. അല്ല ഇങ്ങനത്തിന് ഓള വെറുതെ മക്കാറാക്കുന്നിങ്ങനെ. ഓള് പറഞ്ഞ നേരാകുമ്പോൾ ഓള് പെറും അല്ലേ മോളെ? എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്കെന്താ പറ്റിയേ? നകുലേട്ടാ, ഇനി ഒരു പരിപാടിക്കും എഴുന്നള്ളിക്കാൻ നോക്കണ്ട, ഞാൻ വരില്ല. എടി എന്താ ഉണ്ടായെന്ന് പറ. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയൂല? എന്തേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ? നിങ്ങളോടില്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടി ആൾക്കാർ ചോദിച്ചാൽ നീ എന്തിനാ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്?
നിനക്ക് ഉള്ളൂന്ന് അറിയുന്നുണ്ടല്ലോ ഒരു പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതങ്ങ് മനസ്സിലാക്കിയ പോരെ. ഓ, അപ്പൊ ഞാൻ മനസ്സിലാക്കാത്താന്നല്ലേ പ്രശ്നം? നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നാടാക്കിയിട്ട് നിങ്ങളെ പാട്ടിന് പോയില്ലേ? എടി എനിക്കവിടെ പണിയുണ്ടായിട്ടല്ലേ. നിങ്ങളുടെ പണിയും നോക്കിയിട്ട് നടന്നു. അവിടെ ബാക്കിയുള്ളവർ വായിലിരിക്കുന്ന എല്ലാം കേട്ടത് ഞാൻ തന്നെയല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണ്ട? പറഞ്ഞോടത്തല്ലേ ഞാൻ തിരിച്ചെന്ന് പോയി പറയണോ? വേണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളില്ലേ, ഒരു കാര്യം ചെയ്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കെട്ടിക്കോ. എനിക്ക് മടുത്തു. നീ ഏട്ടൻ ഉണ്ടാക്കി വെച്ചല്ലേ? എന്താ ചേച്ചി, എനിക്ക് മടുത്തു.